ശ്രീ ഒ അബ്ദുള്ള, നമസ്തേ. ജമാഅത്തെ ഇസ്ലാമിയുടെ നേതൃത്വത്തിലുള്ള അല്ലെങ്കിൽ അവർ സംവിധാനം ചെയ്ത സർക്കാരാണ് ഭരിക്കുന്നത്. അവിടെ സംഭവിക്കുന്ന ദൃശ്യങ്ങൾ അങ്ങയും കണ്ടു. ഇതാണോ അവിടെ വേണ്ട ഭരണം? ഇതാണോ ജമാഅത്തെ ഇസ്ലാമിയുടെ ഫോർമുല? താങ്കളുടെ ആമുഖത്തോട് വിയോജിക്കുന്നു. അവിടെ ജമാഅത്തെ ഇസ്ലാമി അല്ല ഭരിക്കുന്നത്. താങ്കൾക്ക് എവിടെ നിന്നാണ് വിവരം കിട്ടിയത്? ഇന്ത്യ ഭരിക്കുന്നത് CPM ആണെന്ന് പറഞ്ഞാൽ താങ്കളെ വിശ്വസിക്കുന്നു? അതുപോലത്തെ ഒരു അബദ്ധം. ജമാഅത്തെ ഇസ്ലാമി അല്ല അവിടെ ഭരിക്കുന്നത്. നേരത്തെ ഇടക്കാലത്ത് അവർക്ക് ചില പങ്കാളിത്തമുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് ദശകങ്ങളായി. ഇപ്പോൾ അവിടെ ഭരിക്കുന്നത് ജമാഅത്തെ ഇസ്ലാമി അല്ല. 2, ജമാഅത്തെ ഇസ്ലാമിയുടെ പല നേതാക്കന്മാരെയും അവർ പിടിച്ച് തൂക്കിലേറ്റുകയുണ്ടായി. വലിയ വലിയ പണ്ഡിതന്മാരായ ആൾക്കാർ വരെ അവിടെ വധശിക്ഷയ്ക്ക് വിധേയരായിരിക്കുകയാണ്. ഒരു ഘട്ടത്തിൽ പോലും ജമാഅത്തെ ഇസ്ലാമിയാണ് ഭരിക്കുന്നത് എന്ന് പറയാവുന്ന ഒരു സാഹചര്യം ഇല്ലാതിരിക്കെ എന്തിനാണ് ജമാഅത്തെ ഇസ്ലാമിയാണ് ഭരിക്കുന്നത് നമ്മൾ പറയുന്നത്? അതോടൊപ്പം അവിടെ നടക്കുന്ന കാര്യങ്ങൾ അതിനെപ്പറ്റി താങ്കൾക്ക് ചോദിക്കാം. അതാണെങ്കിൽ ഒരിക്കലും തന്നെ അംഗീകരിക്കാൻ കഴിയുന്നതല്ല. ഒരു ഇസ്ലാമിക രാഷ്ട്രമാണെങ്കിൽ അവിടുത്തെ ന്യൂനപക്ഷങ്ങൾക്ക് പരമാവധി സുരക്ഷിതത്വം നൽകുക എന്നതാണ് ഇസ്ലാം. ഒരർത്ഥത്തിലും അവർ ഉപദ്രവിക്കപ്പെടാൻ പാടില്ല. പ്രവാചകൻ്റെ കാലത്തിന് ശേഷം അബൂബക്കർ അധികാരത്തിൽ വന്നു, ഖലീഫ. അദ്ദേഹം സൈന്യത്തിനോട് നൽകിയതായ ഉപദേശം, സൈന്യത്തിന് യാത്ര അയക്കുമ്പോൾ നിങ്ങൾ ന്യൂനപക്ഷ സമുദായത്തിൻ്റെ ആരാധനാലയങ്ങളെ തകർക്കരുത്, അവർക്ക് ഒരു തരത്തിലുമുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കരുത്, അവരെ ഉപദ്രവിക്കരുത് എന്നതിനപ്പുറം ഖാലിദ് വലീദ് എന്ന് പറയുന്നതായ ഒരു യോദ്ധാവാണ് മുസ്ലിങ്ങൾക്ക് ഈ പ്രദേശങ്ങളൊക്കെ കീഴടക്കി കൊടുത്തത്. ഖാലിദ് വലീദ് ഒരു സ്ഥലം, അലപ്പോ, ഹമ്മസ് മുതലായ പ്രദേശങ്ങൾ അതൊക്കെ കീഴടക്കിയിട്ട് അവരെ സുരക്ഷിതമായി സംരക്ഷിക്കാൻ കഴിയാത്തൊരു പരിസ്ഥിതി വന്നപ്പോൾ അവരോട് വാങ്ങുന്ന യുദ്ധനികുതി ഉണ്ട്, ജിസിയ. ജിസിയ എന്ന് പറഞ്ഞാൽ മതനികുതിയല്ല. യുദ്ധത്തിൽ മുസ്ലിങ്ങൾ പങ്കെടുക്കേണ്ടതില്ല. ഒരു ഇസ്ലാമിക രാഷ്ട്രത്തെ സംരക്ഷിക്കാൻ മുസ്ലിങ്ങൾക്ക് ബാധ്യസ്ഥമല്ല. ഇസ്ലാമിക രാജ്യത്തിലെ പൗരന്മാരായാൽ പോലും പകരം അവർ നികുതി കൊടുത്താൽ മതി. അതാണ് ജിസിയ. അത് തിരിച്ചു കൊടുക്കുകയാണ് ചെയ്തത് ഖാലിദ് വലീദ്. നിങ്ങൾ ഞങ്ങൾക്ക് ഇപ്പോൾ സംരക്ഷിക്കാൻ കഴിയുന്നൊരവസ്ഥയില്ല, അതുകൊണ്ട് നിങ്ങൾ നികുതി തരേണ്ടത്. ഇത്രത്തോളം ന്യൂനപക്ഷങ്ങളുടെ സംരക്ഷണം ആവശ്യപ്പെടുന്ന ഒരു ഇസ്ലാമിക സങ്കല്പം. ആ സങ്കല്പത്തെയാണ് ഇപ്പോൾ ഇവിടെ ഇസ്ലാം അധികാരത്തിൽ വന്ന് അത് ജമാഅത്തെ ഇസ്ലാമി ഏറ്റെടുത്ത്. ജമാഅത്തെ ഇസ്ലാമി അധികാരത്തിൻ്റെ പരിസരത്ത് പോലുമില്ല. കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ടല്ലേ നമ്മൾ പറയേണ്ടത്. എനിക്ക് ജമാഅത്തെ ഇസ്ലാമിയോട് യാതൊരു ബന്ധവുമില്ല, മതിപ്പുമില്ല. എന്നെ 25 കൊല്ലമായി അവർ കഠിനമായി ശിക്ഷിച്ചിരിക്കുകയാണ്. ഞാൻ ചെയ്തുകൊണ്ടിരുന്ന ജോലി ഭംഗിയായി ചെയ്തു എന്ന കുറ്റം എൻ്റെ പേരിലുള്ളത്. ഞാൻ ആ പത്രത്തിൽ എഴുതുന്ന ലേഖനങ്ങൾ ധാരാളക്കണക്കിന് ആളുകൾ വായിച്ചു കളയുന്നു. അവരൊക്കെ ജമാഅത്തെ ഇസ്ലാമിലേക്ക് വരികയാണെങ്കിൽ അവരെ ഉൾക്കൊള്ളാൻ ജമാഅത്തെ ഇസ്ലാമി വളർന്നിട്ടില്ല എന്ന് പറഞ്ഞിട്ട് യാതൊരു ആനുകൂല്യവും ഒരു തരത്തിലുമുള്ള സംരക്ഷണം നൽകാതെ എന്നെ ഇറക്കി വിട്ടവരാണ്. പക്ഷെ കുറ്റം പറയുമ്പോൾ ഉള്ളതായിരിക്കുമല്ലോ പറയുന്നത്. അതുകൊണ്ട് നമ്മൾ ജമാഅത്തെ ഇസ്ലാമി നമ്മൾ അതിനകത്ത് കൂട്ടിക്കെട്ടേണ്ടതില്ല. പശ്ചിമ ബംഗാളിൽ ഇപ്പോൾ നടക്കുന്നത് ന്യൂനപക്ഷങ്ങൾക്കെതിരായ അത് കടുത്ത ഇസ്ലാം വിരുദ്ധമാണ്. ആ അർത്ഥത്തിൽ തന്നെ ലോക രാഷ്ട്രങ്ങൾ, പ്രത്യേകിച്ച് മുസ്ലിം രാജ്യങ്ങൾ, സൗദി അറേബ്യ അടക്കമുള്ള മുസ്ലിം രാജ്യങ്ങൾ ബംഗ്ലാദേശിനോട് കർശനമായി പെരുമാറുകയും ആ ന്യൂനപക്ഷങ്ങളെ സംരക്ഷിക്കാത്ത പക്ഷം അവർ നൽകിക്കൊണ്ടിരിക്കുന്ന സഹായം, സൗദി അറേബ്യ മുതലായ രാജ്യങ്ങളുടെ സംരക്ഷണം കൊണ്ടാണ് അവർ നിലനിൽക്കുന്നത്. ഒക്കെ വലിയ കഥകളാണ്. അത് നൽകൂല എന്ന് പറയുകയും ചെയ്യേണ്ടതായ ബാധ്യതയുണ്ട്. അല്ലാതെ ന്യൂനപക്ഷങ്ങളെ പീഡിപ്പിക്കാൻ ഇസ്ലാം അനുവദിക്കുന്നില്ല. ശരി.